എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ? സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനെ ആർട്ടിഫിഷ്യലി ആയിട്ട് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്ന മെത്തേഡിനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്? എല്ലാ ബിസിനസ്സും പോലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വർക്കിങ്ങും വളരെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണുള്ളത്. സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ഡെഫിനറ്റായിട്ട് ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ട്? ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താൽ അത് വാങ്ങാൻ ആളുകളുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഇതൊരു എക്കണോമിക് പ്രിൻസിപ്പിളാണ്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് സെല്ലേഴ്സിനേക്കാൾ കൂടുതൽ ബയേഴ്സാണുള്ളത്. ബയേഴ്സ് കൂടുതലാണ് എങ്കിൽ, ബയേഴ്സിൻ്റെ വോളിയമാണ് കൂടുതലെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവും. അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ആണുള്ളതെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിക്രീസ് ആവും. കാരണം മാർക്കറ്റിൽ ആ സ്റ്റോക്കിന് ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ആണുള്ളത്. അതായത് വാങ്ങാനുള്ള ആളുകളേക്കാൾ കൂടുതൽ വിൽക്കാനുള്ള ആളുകളാണ്, സെല്ലേഴ്സാണ് കൂടുതൽ. ഒരു സ്റ്റോക്കിൻ്റെ ബയേഴ്സിനേക്കാൾ കൂടുതൽ സെല്ലേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴെ പോകും. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് പ്രിൻസിപ്പിളാണ്. ഇതിനെ ആർട്ടിഫിഷ്യലായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആർക്കൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാം? നോർമലി സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ആരെല്ലാമാണ്? ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ ഒരു ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് സെബിയുടെ നിയമപ്രകാരം ഇല്ലീഗലാണ്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അവർക്ക് പിന്നീട് ട്രേഡ് ചെയ്യാനടക്കം വളരെ വലിയ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അത് ജയിലിൽ പോകാൻ തക്കതായുള്ള കുറ്റവുമാണ്. സോ സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ പല രീതിയിൽ നമ്മൾ ഇന്ത്യയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, പല രീതിയിൽ തെളിഞ്ഞിട്ടുണ്ട്, പല കേസസും ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. സ്റ്റിൽ സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ്റെ ഒരു മെത്തേഡാണ് വാഷ് ട്രേഡിംഗ്. ഒരു എൻറ്റിറ്റി തന്നെ 2 അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഒന്ന് ബൈ ചെയ്യും, ഒന്ന് സെൽ ചെയ്യും. അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. പക്ഷേ എന്താണ് അതുകൊണ്ട് നടക്കുന്നൊരു മാനിപ്പുലേഷൻ? ഇത് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹ്യൂജ് വോളിയം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 15,000 ഷെയർസ് ബൈ ചെയ്തു. കുറച്ച് സമയത്തിന് ശേഷം 15,000 ഷെയർസ് അല്ലെങ്കിൽ അപ്പോൾ തന്നെ 15,000 ഷെയർസ് സെൽ ചെയ്തു. അപ്പോൾ ടോട്ടൽ വോളിയം എത്രയായി? 30,000 ആയി. 15,000 + 15,000 30,000 വോളിയം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വോളിയം വളരെ കുറഞ്ഞൊരു ഷെയറിന് 30,000 വോളിയം അവിടെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇവരൊരു പ്രോഫിറ്റ് മോട്ടീവിൽ ചെയ്ത ട്രേഡ് അല്ല അത്. ഇവർ വോളിയം ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്ത ട്രേഡാണ് ആ ട്രേഡ്. അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾ നോക്കുമ്പോൾ ആ സ്റ്റോക്കിന് 30,000 വോളിയം എക്സ്ട്രാ വന്നിട്ടുണ്ട്. അവർ പിന്നീട് അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അഗെയിൻ അവർ 20,000 ഷെയർസ് ബൈ ചെയ്യും, 20,000 ഷെയർസ് അതേ വാല്യൂവിൽ തന്നെ ആവാം സെല്ലും ചെയ്യും. അപ്പോൾ വാല്യൂവിനെ അവിടെ എഫക്റ്റ് ചെയ്യുന്നില്ല, ഇൻഫ്ലേറ്റഡ് ആവുന്നില്ല പ്രൈസ്. പക്ഷേ 30,000 വോളിയം ഉണ്ടായിരുന്നു, വീണ്ടും 20 ചേർന്ന് 40, നേരത്തെ ഉണ്ടായിരുന്ന 30 കൂടി. ഇത് എക്സാമ്പിൾ ഞാൻ പറയുന്നതാണ്. 70,000 വോളിയം മിനിറ്റുകൾ കൊണ്ട് അവിടെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തു. സോ പുറത്തുനിന്നുള്ള ആളുകൾ നമ്മൾ നോക്കുമ്പോൾ ആ സ്റ്റോക്കിന് വോളിയം ബേസ് ട്രേഡ് ചെയ്യുന്ന ആളുകൾ നോക്കുമ്പോൾ ആ സ്റ്റോക്കിന് ഇത്ര വോളിയം ഉണ്ട്. സോ ആളുകൾ ആ സ്റ്റോക്കിലേക്ക് അട്രാക്റ്റഡ് ആവും. അപ്പോൾ ആ മെത്തേഡിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വാഷ് ട്രേഡിംഗ്. ഇതിൽ ട്രേഡ് ചെയ്യുന്നതോ ആയ എൻറ്റിറ്റികൾക്ക് പ്രോഫിറ്റോ ലോസോ ഉണ്ടാവില്ല. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ സ്റ്റോക്കിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, പുറത്തു നിന്ന് ആളുകൾക്ക് ആ സ്റ്റോക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുക. ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് വോളിയം ഉള്ള സ്റ്റോക്കാണ്, മാർക്കറ്റിൽ അത് ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണെന്നുള്ള തോന്നിപ്പിക്കൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വാഷ് ട്രേഡിംഗ് ചെയ്യുന്നത്. സെക്കൻഡ് മെത്തേഡാണ് പമ്പിങ് ആൻഡ് ഡംപിങ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ചില ഇൻഡിവിജ്വൽസിനെതിരെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ അലിഗേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ മാനിപ്പുലേഷൻസിൽ വരും, പമ്പിങ് ആൻഡ് ഡംപിങ്. എന്താണ് പമ്പിങ് ആൻഡ് ഡംപിങ്? പമ്പിങ് ആൻഡ് ഡംപിങ്ങിൽ ഒരു ഇൻഡിവിജ്വൽ, ഒരു എൻറ്റിറ്റി, നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻറ്റിറ്റി ആദ്യം ചെയ്യുന്നത് സ്റ്റോക്സിനെ ഹൈ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബൾക്കായിട്ട് ഹ്യൂജ് വോളിയത്തിൽ പർച്ചേസ് ചെയ്യും ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ. ഫോർ എക്സാമ്പിൾ XYZ എന്ന കമ്പനിയുടെ സ്റ്റോക്ക് വാല്യൂ ഇപ്പോൾ കറൻ്റ്ലി 100 rupees ആണെന്ന് കരുതുക. 100 rupeesൽ സ്റ്റോക്ക് ഹൈ വോളിയത്തിൽ പർച്ചേസ് ചെയ്യും. സോ അതിനുശേഷം ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ പല രീതിയിലാവാം. ഏർലിയർ ഹിസ്റ്ററി, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് യൂസ് ചെയ്തിരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോൾഡ് കോളിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് സിനിമയിലൊക്കെ കാണാം, നിങ്ങൾക്ക് ഡിക്കാപ്രിയോ കോൾ ചെയ്തിട്ട് ഈ സ്റ്റോക്കിനെ പറ്റി വാദോരാതെ സംസാരിച്ച ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് മേടിപ്പിക്കുന്നത്. അത് കൂടുതലും പെന്നി സ്റ്റോക്സിലായിരുന്നു ചെയ്തു വരുന്നത്. പക്ഷേ പെന്നി സ്റ്റോക്സിൽ മാത്രമല്ല പമ്പിങ് ആൻഡ് ഡംപിങ് സാധ്യമാവുന്നത്, ബാക്കിയുള്ള സ്റ്റോക്സിലും
ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഇൻഡിവിജ്വൽസ് എൻറ്റിറ്റി സ്റ്റോക്കുകൾ ബൈ ചെയ്തിട്ട് ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യും, പ്രൊമോഷൻ നടത്തും. ഈ സ്റ്റോക്ക് ഉടനെ പ്രൈസ് കയറാൻ പോവുകയാണ്, ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇൻഫ്ലേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാൾസ് ന്യൂസ് ഉണ്ടാക്കും. നേരത്തെ പറഞ്ഞ അതേ ബേസിക് പ്രിൻസിപ്പിളാണ് എല്ലാത്തിലും അപ്ലൈ ചെയ്യുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കും. ഈ ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ഉണ്ടാക്കുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ ആളുകൾക്കൊരു തോന്നൽ വരും, ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ പോകണം. അപ്പോൾ വോളിയം പതിയെ ഇൻക്രീസ് ചെയ്ത് തുടങ്ങും, സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് തുടങ്ങും, ആളുകളെല്ലാം അത് വാങ്ങാൻ തുടങ്ങും, ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാമെന്ന്. അപ്പോൾ നേരത്തെ XYZ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ആ എൻറ്റിറ്റി 100 റുപ്പീസിനായിരിക്കും മേടിച്ച്, ആക്റ്റീവ് ക്യാമ്പയിനിലൂടെ അത് 105 ആയി, 110 ആയി, 120 ആയി. നമുക്കറിയാം ഇത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത ആളുകളുടെ ഇടയിലൊരു ആർട്ടിഫിഷ്യൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുത്ത് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ, ഫോർ എക്സാമ്പിൾ അവരുദ്ദേശിക്കുന്ന ഒരു ആ എൻറ്റിറ്റി ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് ഒരു 130 റുപ്പീസ് ആണ് എങ്കിൽ ആളുകൾ ബയ്യേഴ്സ് അത് പർച്ചേസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, പ്രൈസ് ഷൂട്ടപ്പ് ചെയ്യും. വൺസ് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇൻഫ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു 130, 125 അവരുദ്ദേശിക്കുന്ന പ്രൈസ് എത്തുമ്പോൾ അവർ ഈ ഹ്യൂജ് ക്വാണ്ടിറ്റിയിലുള്ള സ്റ്റോക്ക് സെല്ല് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, സപ്ലൈ കൂടും, സെല്ലേഴ്സിൻ്റെ ഒരു സെൽ വോളിയം മാർക്കറ്റിലേക്ക് വരും. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് വളരെ പെട്ടെന്ന് ഈ 130ൽ നിന്ന് ഒറിജിനൽ പ്രൈസ്, ആ സ്റ്റോക്കിൻ്റെ റിയൽ പ്രൈസിലേക്ക് വരും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ആ എൻറ്റിറ്റി ബാക്കിയുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി. അവർ ഒരു ലോ വാല്യൂവിൽ മേടിച്ച് ഇൻഫ്ലേറ്റഡ് പ്രൈസിൽ സെല്ല് ചെയ്തിട്ട് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കി. പക്ഷേ ഇത് കണ്ടിട്ട് പ്രൈസ് ഷൂട്ടപ്പ് ചെയ്യുന്ന കണ്ടിട്ട് 120ലും 125ലൊക്കെ എൻ്റർ ചെയ്ത് ഇനി 150ലേക്ക് പോകും എന്ന് ഉദ്ദേശിച്ച ആളുകൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ സ്റ്റോക്ക് വീണ്ടും അതിൻ്റെ റിയൽ വാല്യൂ ആയ 100ലേക്ക് വന്നു. അപ്പോൾ ലോസ് അവിടെ വരും. ഇനി ഇത് ചെയ്യുമ്പോൾ ലോസ് വരും. ഈ മാനിപ്പുലേഷൻസിലൂടെ എല്ലാവർക്കും ലോസ് വരും ഇല്ലയോ എന്ന് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ആദ്യം മാനിപ്പുലേഷൻസ് എന്താ നോക്കാം. പമ്പിങ് ആൻഡ് ഡംപിങ് ആണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സ്റ്റോക്ക് മാർക്കറ്റിൽ മാനിപ്പുലേഷൻ നടന്നു എന്ന് പറഞ്ഞ് നടത്തിയ അലിഗേഷൻ. മൂന്നാമത്തെ മെത്തേഡാണ് മാർക്കറ്റ് കോർണറിങ്. മാർക്കറ്റ് കോർണറിങ് പേര് പോലെ തന്നെ മാർക്കറ്റിനെ ഒരു സൈഡിലേക്ക് ഒതുക്കുക, അതാണ് മാർക്കറ്റ് കോർണറിങ്ങിൽ ചെയ്യുന്നത്. ഒരു എൻറ്റിറ്റി, അത് ഹൈലി നെറ്റ്വർത്ത്, ഹൈലി റിച്ച് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി സ്റ്റോക്സിനെ മാക്സിമം ബൈ ചെയ്യുന്നു. മാക്സിമം ബൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഹ്യൂജ് വോളിയത്തിൽ ബൈ ചെയ്യുന്നു. ഈ ഹ്യൂജ് വോളിയത്തിൽ ബൈ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ആ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവർ തന്നെ അത് സെല്ല് ചെയ്യും. ഇത് കൂടുതൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലാണ് നടക്കുന്നത്. കാരണം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഒരു സ്റ്റോക്കിൻ്റെ അത്രയും വോളിയം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കോൺട്രാക്ട്സിൽ ഉണ്ടാവില്ല. അപ്പോൾ ഹ്യൂജ് വോളിയം, ഹ്യൂജ് ക്വാണ്ടിറ്റി അവർ മേടിച്ച് തന്നെ അവർ അത് എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ സെല്ല് ചെയ്യുന്നു, പ്രൈസ് ക്വാണ്ടിറ്റി വീണ്ടും താഴേക്ക് വരുന്നത്. ഇത് ഇവിടെ ശരിക്കും സ്റ്റോക്ക് കോർണറിങ്ങിൽ നമ്മൾ പുറത്തുള്ള ആളുകളെ പറ്റിക്കുന്നില്ല, നമ്മൾ പുറത്തുള്ള ആളുകളെ ഇൻവോൾവ് ചെയ്യിക്കുന്നില്ല. ഇത് ചെയ്യുന്ന ആളുകൾ പുറത്തുള്ള ആളുകളെ ഇൻവോൾവ് ചെയ്യിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് മാനിപ്പുലേഷൻ ആവും? കാരണം ഇതിൻ്റെ ബെനിഫിറ്റ് ഇവിടെ കിട്ടുന്നത് ഇവർക്ക് മാത്രം. ഇവിടെ ഒരു സ്മൂത്ത് ട്രേഡിംഗ് അല്ല നടക്കുന്നത്. ഇവർ നേരത്തെ പ്ലാൻ ചെയ്യുക, സ്റ്റോക്ക് ഇത്രയും വാങ്ങിയാൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, പ്രൈസ് ഇൻക്രീസ് ചെയ്യും, അത് പെർട്ടിക്കുലർ. അപ്പോൾ ആളുകൾ കൺഫ്യൂസ്ഡ് ആവും. ആ പെർട്ടിക്കുലർ പോയിന്റിൽ ഇവർ സെല്ല് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നത് ഇവർ മാത്രമാണ്. അതുകൊണ്ടാണ് ഇതൊരു സ്റ്റോക്ക് മാനിപ്പുലേഷൻ ആവുന്നത്. നാലാമത്തെ മെത്തേഡാണ് സ്പൂഫിംഗ്. പേര് പോലെ തന്നെ ₹1 പോലും ചിലവാക്കാതെ ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് സ്പൂഫിംഗ്. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ നടത്തുന്ന എൻറ്റിറ്റി ഒരു ഹ്യൂജ് വോളിയം അല്ലെങ്കിൽ ഒരുപാട് വോളിയം ഷെയർസ് ഒരു ബൈ ഓർഡർ കൊടുക്കും, കുറച്ച് ദൂരെയുള്ളൊരു വാല്യൂ. പക്ഷേ അവർക്കത് വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ XYZ എന്ന കമ്പനി നേരത്തെ പറഞ്ഞ പോലെ ₹100 നിൽക്കുന്നു. ആ കമ്പനിയുടെ ഷെയർസ് നമുക്ക് ലിമിറ്റ് ഓർഡർ കൊടുക്കാമല്ലോ. 110 പർച്ചേസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ 110 എത്തുവാണെങ്കിൽ ഞാൻ ഇത്ര ഷെയർസ് വാങ്ങുമെന്ന് ഒരു പ്രീ ഓർഡർ അവർ കൊടുക്കുവാണ് മാർക്കറ്റിലേക്ക്. ഫോർ എക്സാമ്പിൾ ഒരു 50,000 ഷെയർസോ ഒരു 1 lakh ഷെയർസോ 110 എത്തുമ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള പർച്ചേസ് ഓർഡർ കൊടുക്കുവാണ്. അപ്പോൾ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും? ഒരു ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞാൽ ആളുകൾ നോക്കുമ്പോൾ ഈ ഷെയറിന് ഇത്രയും ബൈ ഓർഡേഴ്സ് ഇത്രയും വന്നിട്ടുണ്ട്, അപ്പോൾ ഈ ഷെയർ അട്രാക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ അത് വാങ്ങാൻ ശ്രമിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഷെയറിൻ്റെ വാല്യൂ. ഇനി നാലാമത്തെ മെത്തേഡാണ് സ്പൂഫിംഗ്. ഇത് പേര് പോലെ തന്നെ ₹1 പോലും പൈസ ചിലവില്ലാതെ ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ്.
ഇതിൽ ഒരു എൻറ്റിറ്റി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റ് ഓർഡർ അല്ല, ലിമിറ്റ് ഓർഡർ. ഒരു ഫോർ എക്സാമ്പിൾ XYZ എന്ന ഒരു കമ്പനി 100 റുപ്പീസാണ് ഇപ്പോൾ കറൻറ്റ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് കരുതുക. 110-ൽ 1 lakh ഷെയർസ് വാങ്ങാനുള്ള ഒരു ഓർഡർ കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ബാക്കിയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നോക്കുമ്പോൾ ഈ ഷെയറിന് ഇത്ര ഡിമാൻഡുണ്ട്, ഇത്രയും ബൈ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്, ബിഡ് പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ പതിയെ അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ആ ഷെയർ അട്രാക്റ്റീവ് ആവാൻ തുടങ്ങും, അതിൻ്റെ വോള്യൂം ഇൻക്രീസ് ആവാൻ തുടങ്ങും. അപ്പോൾ ആ ഷെയറിൻ്റെ വാല്യൂ 100-ൽ നിന്ന് ഇൻഫ്ലേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് 102, 105, 106, 107 അങ്ങനെ എത്തി 110 ആവുന്നതിന് മുമ്പ് ഇവർ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യും. അതായത് ഇവരുടെ ലക്ഷ്യം ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഈ സ്റ്റോക്കിന് വോളിയം ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്റ്റോക്കിനെ അട്രാക്റ്റീവ് ആക്കുക, ഈ സ്റ്റോക്കിനെ ആർട്ടിഫിഷ്യലായിട്ട് അട്രാക്റ്റീവ് ആക്കുക. അതായത് നോർമലി 100-ൽ നിൽക്കേണ്ട ഒരു ഷെയറിനെ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് 107 വരെ എത്തിച്ചു. ഇവർ ശരിക്കും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. ഇവർ 110 എന്ന് പറയുന്ന ബൈ ഓർഡർ ക്യാൻസൽ ചെയ്യും. 110-ൻ്റെ ബൈ ഓർഡർ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ ശരിക്കും ഇവർ ആർട്ടിഫിഷ്യൽ ക്രിയേറ്റ് ചെയ്ത വോളിയം കാരണമാണ് 107 എത്തിയത്. ഇത് കൂടുതലും ചെയ്യുന്നത് ആ സ്റ്റോക്കുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്യുന്ന കമ്പനീസോ അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാൻ സാധ്യത. മറ്റേ പമ്പിങ് ആൻഡ് ഡംപിങ് പോലെ ഡയറക്റ്റ്ലി ഒരു പ്രോഫിറ്റ് വരുന്ന മെത്തേഡ് അല്ല ഇത്. പക്ഷേ ഒരു സ്റ്റോക്കിനെ ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഒരു സ്റ്റോക്കിൻ്റെ ഒരു എന്താ പറയുന്നത് വോളിയത്തെ, നോർമലി അത് മൂവ് ചെയ്യുന്ന വോളിയത്തിനെ ബ്രേക്ക് ചെയ്യുകയാണ്. ഒരു ആർട്ടിഫിഷ്യൽ വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മെത്തേഡാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. സ്പൂഫിങ്ങിൽ ബൈ ഓർഡർ പോലെ തന്നെ അവർക്ക് സെൽ ഓർഡറിലും ചെയ്യാൻ പറ്റും. സ്റ്റോക്കിൻ്റെ പ്രൈസ് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് താഴേക്കും കൊണ്ടുവരാൻ പറ്റും. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് 100-ൽ നിൽക്കുന്ന ഷെയർ 90-ൽ സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അവിടെ സപ്ലൈ ആയിരിക്കും. അതായത് ഈ സ്റ്റോക്ക് 90-ൽ സെല്ല് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സ്റ്റോക്ക് 100 റുപ്പീസ്, എൻ്റെ കയ്യിൽ ഈ സ്റ്റോക്ക് 101 റുപ്പീസിന് ഉണ്ടെന്ന് കരുതാം. പെട്ടെന്ന് ഞാൻ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഈ സ്റ്റോക്കിന് 90-ൽ സെല്ല് ചെയ്യാനായിട്ട് ഒരുപാട് പേര്, അതായത് സപ്ലൈ കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ചില ആളുകൾ പാനിക്കാവും. അപ്പോൾ ഈ സ്റ്റോക്കിനെ സെല്ല് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ സ്റ്റോക്ക് സെല്ല് ചെയ്ത് നമുക്ക് ഈ സ്പൂഫിംഗ് മെത്തേഡിലൂടെ പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരാനും പറ്റും. ഒരു പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ മാത്രമല്ല, ഒരു കമ്പനിയുടെ ഷെയർ വാല്യൂ ഇടിക്കാനും, അതായത് ഡീഫ്ലേറ്റ് ചെയ്യാനും നമുക്ക് ഇതേ മെത്തേഡിലൂടെ പറ്റും. ഈ പ്രൈസ് 90 ആവുന്നതിന് മുമ്പ് ഇവർ ഈ സെൽ ഓർഡർ ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് സ്പൂഫിംഗ് മെത്തേഡിലൂടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും പ്രൈസിനെ, അതായത് വോളിയവും പ്രൈസും എല്ലാം ഫ്ലക്ച്വേറ്റ് ചെയ്യിപ്പിക്കാൻ സ്പൂഫിങ്ങിലൂടെ പറ്റും. 5ാമത്തെ മെത്തേഡാണ് ഇൻസൈഡർ ട്രേഡിംഗ്. ഈ ടൈപ്പ് ഓഫ് മാനിപ്പുലേഷൻസ് പല ആളുകൾക്കും അറിയാൻ പറ്റും. ഇൻസൈഡർ ട്രേഡിംഗ് പല രീതിയിൽ പല കഥകളായിട്ട് പല വെബ് സീരീസിലൂടെ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന്? ഇൻസൈഡർ ട്രേഡിംഗ് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷനാണ്. അത് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പല കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു XYZ എന്ന് പറയുന്ന ഒരു IT കമ്പനിക്ക് US-ൽ, ഇന്ത്യൻ കമ്പനിയാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനിയാണെന്ന് കരുതുക. US-ൽ നിന്ന് ഒരു $500 million ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് കിട്ടി. ഈ ലോങ് ടേം കോൺട്രാക്റ്റ് കിട്ടിയ ന്യൂസ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അതൊരു പോസിറ്റീവ് ന്യൂസാണ് ആ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. ആ സ്റ്റോക്കിന്, അതായത് ആ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ലോങ് ടൈമിലേക്ക് ആ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവും എന്നൊരു പ്രോസ്പെക്ട്സ് വെച്ചിട്ട് ഒരു ഗുഡ് ന്യൂസ് ആയതുകൊണ്ട് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് മോസ്റ്റ് പ്രോബബിളി ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത കാണും. ഓക്കെ, പക്ഷേ ഈ ന്യൂസ് മാർക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഈ XYZ എന്ന് പറയുന്ന കമ്പനിയുടെ കീ പേഴ്സൺസ്, അതായത് ഒരു സാധാ എംപ്ലോയിക്ക് അറിയാൻ പറ്റില്ല, നേരെ മറിച്ച് അതിൻ്റെ കീ പൊസിഷൻസിലിരിക്കുന്ന ആളുകൾക്ക് ഈ ന്യൂസ് അറിയാം. അപ്പോൾ അവർക്ക് നേരത്തെ അറിയാം ഈ സ്റ്റോക്കിൻ്റെ ന്യൂസ് വരുന്നതോടുകൂടി ഈ കോൺട്രാക്റ്റിൻ്റെ ന്യൂസ്, ഇത്ര $1 million കോൺട്രാക്ട് ന്യൂസ് കിട്ടിയെന്നുള്ള ന്യൂസ് മാർക്കറ്റിലേക്ക് വരുന്നതോടുകൂടി ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമെന്ന് അറിയാം. ഇത് മാർക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഇതിൻ്റെ കീ പേഴ്സൺസിന് ഈ സ്റ്റോക്ക് ഒരുപാട് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ ഇതും 100 റുപ്പീസിൽ അക്യുമുലേറ്റ് ചെയ്താൽ ഈ മാർക്കറ്റിൽ ഈ ന്യൂസ് വരുന്നതോടുകൂടി ഈ സ്റ്റോക്ക് ഇൻക്രീസ് ആവാൻ തുടങ്ങും, സ്റ്റോക്ക് പ്രൈസ് ഇൻഫ്ലേറ്റ് ആവാൻ തുടങ്ങും. അത് വേണമെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത് ആളുകളെ പറ്റിക്കുന്ന ഒരു മാനിപ്പുലേഷൻ അല്ല ഇൻസൈഡർ ട്രേഡിംഗ്. പക്ഷേ കോമൺലി നടക്കുന്ന അല്ലെങ്കിൽ നടന്നിരുന്ന
ഒരു മാനിപ്പുലേഷനും കൂടിയാണ്. ഇതിൽ നമ്മൾ പുറത്തുള്ള ആളുകളെ പറ്റിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇതൊരു മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്? ഈ മെത്തേഡിലൂടെ ഇത് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക്, ഈ കീ പേഴ്സൺസിന് ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നുണ്ട്. നോർമലി ട്രേഡ് ചെയ്യുന്ന ആളുകളേക്കാൾ ഒരു അഡ്വാൻറ്റേജ് കൂടുതലാണല്ലോ. അവർ ബാക്കിയുള്ള ആളുകൾ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ന്യൂസ് കിട്ടിയത് കൊണ്ട് മാത്രം അവർക്ക് വലിയ പ്രോഫിറ്റ്, കാരണം അവർക്ക് കൂടുതൽ സ്റ്റോക്സ് എടുത്ത് വയ്ക്കാൻ പറ്റും അല്ലേ? കാരണം എന്തായാലും ഇവിടെ ഒരു 99% ഈ സ്റ്റോക്ക് ഇൻക്രീസ് ആവുമെന്ന് ഇവർക്കറിയാം. നേരെ മറിച്ച് ആളുകൾ ഈ ന്യൂസ് വന്നു കഴിഞ്ഞ് പർച്ചേസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ സ്റ്റോക്ക് ഓൾറെഡി അപ്പോൾ ആയിട്ടുണ്ടാവും. എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. പക്ഷെ ഇവർക്ക് ഡെഫിനറ്റായിട്ട് പ്രോഫിറ്റ് കിട്ടും. അതുകൊണ്ട് ഇവർക്കൊരു അൺഫെയർ അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ഈ ഇൻസൈഡർ ട്രേഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷനായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നത്.